ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദീസ് മിനി വേൾഡ്. അപ്പോൾ നമ്മളുടെ ചാനലിൽ നിന്ന് കുറേ അധികം നാളിന് ശേഷം ഒരു ലെങ്തി വീഡിയോ ചെയ്യുകയാണ്. കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ഗ്രിൽഡ് ഫിഷ് ആൻഡ് ചിക്കൻ. അതാണ് നമ്മളുടെ ഇന്നത്തെ കണ്ടൻറ്റ്. നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ മത്സ്യകൃഷി ഉണ്ടോ? മത്സ്യകൃഷിയും ചോദിക്കുമ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ മീനിനെ കൃഷി ചെയ്യുന്നോന്ന്. അങ്ങനെയല്ല, മീൻ വളർത്തലുണ്ടോ ആരുടെയെങ്കിലും വീട്ടിൽ? എൻ്റെ അനിയൻ, അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ, അവൻ 3 വർഷമായിട്ട് മുടങ്ങാതെ അവൻ്റെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു പോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അവൻ മീൻ വളർത്തൽ നടത്തുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടുമല്ല, അവൻ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് കൂടിയാണ്. അവൻ പൊതുവേ എല്ലാ കാര്യങ്ങളിലും നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, അവൻ്റെ ആ ഒരു എഫേർട്ട് അവൻ അതിൽ കൊടുത്തിട്ടുണ്ട്. മീൻ വളർത്തൽ 3 വർഷമായിട്ട് അവൻ ചെയ്തു. ചെറിയ ലോസൊക്കെ അതിലുണ്ടായിട്ടുണ്ടായിരുന്നു, എങ്കിൽ പോലും അവൻ അതിൽ നിന്ന് പിൻവാങ്ങിയില്ല. അതിൻ്റെ സപ്പോർട്ട്, അവൻ ആ ഒരു കാര്യത്തിന് സപ്പോർട്ട് ഞങ്ങളും അവൻ്റെ അയൽക്കാരും എല്ലാം അതിന് നൽകാറുണ്ട്. അപ്പോൾ ഈ മീൻ വളർത്തലിൽ നിന്ന് ഇന്ന് ഞങ്ങളും ചെറിയൊരു ബെനിഫിറ്റ് എടുക്കുകയാണ്. അവൻ വളർത്തിയ മീനിൽ നിന്നൊരു 10ഓളം മീനിനെ പിടിച്ചങ്ങ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നു. അപ്പം നിതിൻ ചേട്ടൻ ലീവിലുണ്ടായിരുന്ന സമയവും അനിയനും അനിയൻ്റെ ഫ്രണ്ട് ആഷിക്കും വീട്ടിലുണ്ടായിരുന്ന സമയം കൂടിയായിരുന്നു. സോ ഞങ്ങൾ ആഷിക്ക് ഇറങ്ങി മീനിനെ പിടിച്ചു കോരുവല ഉപയോഗിച്ച്. ആ മീനിനെയാണ് ഞങ്ങളിന്ന് ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം ചെയ്തത് അവർ ബോയ്സാണ്. ചെറിയ ചെറിയ ഹെൽപ്പാണ് ഞാനും അമ്മയും ചെയ്തു കൊടുത്തത്. പൊതുവേ ഞാൻ ഈ മീൻ കഴിക്കാറില്ല. ഞാൻ കടലിൽ നിന്നുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളെ ഞാൻ കഴിക്കാറുള്ളൂ. ഇങ്ങനത്തെ മീനുകൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് അവർ എനിക്ക് വേണ്ടി ചിക്കൻ വാങ്ങിയത്. സോ നമുക്കിതിൻ്റെ ആ കാഴ്ചകളിലേക്കൊന്ന് കടന്നാലോ? എല്ലാം ഒന്ന് കണ്ടു നോക്കും. ഹേ ഗായ്സ്, ഇത് ഒട്ടും സിമ്പിളായിരുന്നില്ല. ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഹെവി ടാസ്ക് നമ്മളുടെ കനൽ റെഡിയാക്കി എടുക്കുന്നതായിരുന്നു. കനൽ ഒട്ടും റെഡിയായില്ല. മഴയൊക്കെ ഉള്ള സമയം, തണുപ്പൊക്കെ ഉള്ള സമയം ആയതുകൊണ്ട് തന്നെ കനൽ അങ്ങോട്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. കനലെല്ലാം റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കനാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചത്. നല്ലതുപോലെ ഉള്ളു വേണ്ടത് കൊണ്ട് തന്നെ കുറേശ്ശെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ബാക്കി വന്ന മസാലയും അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ ഫിഷ് വെച്ചു. ഫിഷിനാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ വേവിച്ചെടുക്കണമല്ലോ. അതിനുവേണ്ടി ആ മസാലയെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയത് ഏകദേശം 8:45, 9 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിക്കാനായിട്ട്, 9 മണിയും കഴിഞ്ഞു എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത്. അത്രയും സമയം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ്. ഇറ്റ്സ് മീ ആദി. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സീ യു സൂൺ. ബൈ.